ശിരസ്സിൽ കൈവെക്കണം. ശിരസ്സിൽ കൈവെക്കുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നുണ്ട്. മുടിക്കൊഴിച്ചിലുൾപ്പെടെ. മുടി കൊഴിയാത്തവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല, പക്ഷേ കൊഴിയുന്നവർക്ക് ഒരുപക്ഷെ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും അത്. ഈ അവയവങ്ങളുടെ മുഴുവൻ വിഷയങ്ങളെ ഈശോ തൻ്റെ മനുഷ്യാവതാര രക്ഷാകര കാലഘട്ടങ്ങളിൽ അനുസ്മരിച്ചിട്ടുണ്ട്. നീ എൻ്റെ മുടി കൊഴിഞ്ഞാൽ ഞാൻ അറിയുമെന്ന്. അത്രയും സൂക്ഷ്മതയോടെയാണ് നമ്മളെ സംരക്ഷിക്കാനുള്ളത്. ദൈവത്തിൻ്റെ സ്നേഹമനസ്സ് നമ്മൾ തിരിച്ചറിയണം. തലച്ചോറിന് അസുഖമുള്ളവർ, തലച്ചോറ് സിസ്റ്റുള്ളവർ, തലച്ചോറിന് ഞരമ്പിൽ ബ്ലോക്കായവർ, ചെവിക്ക് കേൾവിക്കുള്ളവർ, ചെവി നീരിറങ്ങി വീഴുന്നവർ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, പല്ല് കേടായവർ, മോണപ്പഴുപ്പുള്ളവർ, വായു നാറ്റമുള്ളവർ, എല്ലാവരും, മൂക്കിന് രസങ്ങൾ ഗന്ധം അറിയാൻ പറ്റാതെ വരുന്നവർ, നാക്കിന് രസം അറിയാൻ പറ്റാത്തവർ, തൈറോയ്ഡ് രോഗികൾ, ടോൺസിറ്റ് രോഗികളുടെ, അതുപോലെ തന്നെയുള്ള എല്ലാവിധ സ്പോണ്ടിലോസിസ് രോഗമുള്ളവർ എല്ലാവരും കഴുത്തിലും നെറ്റിയിലും കൈവെക്കട്ടെ. കഴുത്തിലും നെറ്റിയിലും കൈവെക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus, Lord Jesus, pour out your spirit. I command you, in the name of Jesus Christ, you be healed. I sign with the sign of cross, so that you never again suffer from the same disease. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഭരിക്കും രോഗിക്ക് സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഭരിക്കും രോഗിക്ക് സൗഖ്യമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. ആത്മാവിൽ ആരാധിക്കും കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. പ്രാർത്ഥിക്കാം. ആത്മാവിൽ ആരാധിക്കും കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. വിടുതൽ നിന്ന് പ്രാർത്ഥിക്കാം, വിടുതൽ നിന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. മക്കളെ, കിഡ്നി രോഗികൾ, ക്രിയാറ്റിൻ കൂടുതലുള്ളവർ, കിഡ്നിയിൽ കല്ലുള്ളവർ, നടുവിനെ കൈവെക്കുക. ആ രോഗം ഉള്ളവർ മാത്രം മതി കേട്ടോ. പിന്നെ നടുവേദനക്കാരുണ്ട്, നടുവിൻ്റെ കശേരിക്ക് അകന്നിരിക്കുന്നവരുണ്ട്, നടുവ് വളഞ്ഞവരുണ്ട്. അവരെല്ലാവരും നടുവിനാണ് കൈവെക്കേണ്ടത്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എല്ലാ കിഡ്നി രോഗികളെയും നിന്റെ തിരുമുറിവാർന്ന വലത് കരത്താൽ ഇപ്പോൾ സ്പർശിക്കണമേ. അമ്മയുടെ മധ്യസ്ഥതയിലെ ഈശോ നാമത്തിലെ നടുവേദനയും കിഡ്നി രോഗങ്ങളും സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. 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 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. കർത്താവേ, ഡയാലിസിസിന്റെ മക്കളെ, ക്രിയാറ്റിൻ കുറവുള്ളവരെ, കർത്താവേ, ദുരിതം അനുഭവിക്കുന്നവരെ, വിഷമതയെ അനുഭവിക്കുന്നവരെ, കർത്താവിന്റെ ശക്തി നിറയണമേ. ഡിസ്കിന് അകൽച്ചകൾ സ്പർശിക്കണമേ. പെരുമഴപ്പോ പെരുമഴപ്പോ യേശുവിന്റെ 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 യേശുവിന്റെ. പ്രിയപ്പെട്ടവരെ, അലർജി രോഗങ്ങൾ കൃപാസനത്തിൽ ഒത്തിരിയേറെ സൗഖ്യം വരുന്ന രോഗമാണ് അലർജി രോഗം. അത് ഭയങ്കര പഴകിയ അലർജി രോഗങ്ങളൊക്കെ ഈ നവംബർ മാസത്തിന് കുറേ സാക്ഷ്യങ്ങളുണ്ടായിട്ടുണ്ട്. 20 കൊല്ലമൊക്കെ പഴക്കമുള്ള അലർജി രോഗങ്ങൾ.
പൊടി, ക്ലൈമറ്റ് അലർജികൾ, അതുപോലെ തന്നെ മെറ്റൽ അലർജികൾ, അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ അലർജി രോഗങ്ങൾ, വെരിക്കോസ് രോഗങ്ങൾ ഒക്കെയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. പിന്നെ വാതരോഗം, പിന്നെ പ്രഷർ രോഗം, പിന്നെ എപ്പിലെപ്സി രോഗങ്ങൾ, ജനിതക വൈകല്യങ്ങൾ. അതിപ്പോൾ ജനിതക വൈകല്യമുണ്ട്, ചിലപ്പോൾ നിങ്ങളിവിടെ ഉണ്ടാകത്തില്ല. പക്ഷെ നിങ്ങളുടെ മക്കൾക്കോ ബന്ധുക്കൾക്കോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓർക്കണം നിങ്ങളത്. പിന്നെ അപസ്മാര രോഗങ്ങൾ, പിന്നെ ഉറക്കമില്ലാതെ വന്നാൽ എല്ലാം അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മറിഞ്ഞു പോകും. പിന്നെ ത്വക്ക് രോഗങ്ങൾ, വിസർപ്പ രോഗങ്ങളില്ലേ, അതുപോലെയുള്ള തൊലിയുടെ വെള്ളപ്പാണ്ട്, ചിരങ്ങ്, അതുപോലെയുള്ള രോഗങ്ങൾ. അതിപ്പോൾ പബ്ലിക്കായിട്ടുള്ള ചരിതം ഉണ്ടാകും, ചിലപ്പോൾ രഹസ്യ സ്വകാര്യ ഭാഗങ്ങളിലും ഉണ്ടാകും. അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന സമയം എൻ്റെ മക്കളെ ചിത്രയും ചെയ്താൽ മതി. ഹോൾ ബോഡി കർത്താവ് സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ സ്വസ്തികയായിട്ട് നിൽക്കണം. പറയുക, കർത്താവായ ദൈവമേ, ഞാനിങ്ങനെ കൈപിണച്ച് എൻ്റെ ശരീരത്തെ മൊത്തം ഞാൻ പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയാണോ അവരുടെ ശരീരത്തെയും ഈശോ കേൾപ്പിക്കുന്ന യേശു നാമത്തിലെ വിശുദ്ധ രക്തത്താൽ രോഗസ്ഥലങ്ങളെ, രോഗകാരണങ്ങളെ കഴുകപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിലെ ഞാൻ കൽപ്പിക്കുന്ന സൗഖ്യം പ്രാപിക്കട്ടെ. രോഗങ്ങളെ സൗഖ്യമാക്കി ദൈവമേ. സർവാംഗ രോഗമുള്ളവര്, ദുരിതമനുഭവിക്കുന്നവര്, ആശുപത്രിയിൽ കഴിയുന്നവര്, വീട്ടിൽ കഴിയുന്നവര്, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇപ്പോൾ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരെ സൗഖ്യപ്പെടുത്തണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ, അച്ഛൻ എപ്പോഴും മനസ്സിൽ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വിഷയമാണ് സാമ്പത്തികമായ കടങ്ങൾ. മനുഷ്യൻ്റെ എല്ലാ ഊരും നഷ്ടപ്പെടുന്ന ഒരു ഏർപ്പാടാണ് അത്. പല പല കടങ്ങളുള്ളവർ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. പിന്നെ വീടില്ലാത്തവർ, ചിലപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒറ്റ അമ്മച്ചിമാർ പറയും, എനിക്ക് വീടില്ല അച്ഛാന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിക്കും, ആരൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഒറ്റക്കൊരാളിന് എവിടുന്നെങ്കിലും ഗവൺമെൻറ് സഭയോ വീട് തരുമോ എന്ന് ചോദിക്കും. ഒറ്റക്കൊരാളിന് മക്കളുണ്ടായി കിട്ടുമെന്ന് പറയും. പക്ഷേ അത് ശരിയല്ല. എന്താ കാര്യം? ഒറ്റക്കൊരാളെ, ഒരു മനുഷ്യനെ ആയാലും ജീവിക്കണ്ടേ? രാത്രിയാകുമ്പോൾ വല്ലയിടത്തും പോയി കിടക്കാൻ പറ്റുമോ? എത്ര കാലം മറ്റുള്ള വീട്ടിൽ പോയി കിടന്നുറങ്ങും? ഇല്ലേ? വീണ് പോയി കഴിഞ്ഞാൽ ആര് നോക്കും? അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് ദുഃഖമായിട്ട് തോന്നണം, ഒരു ദുഃഖമായിട്ട് തോന്നണം. എന്നിട്ട് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ പറയണം, കർത്താവ് എന്നെ രക്ഷപ്പെടുത്തിയ ഞാൻ പലരെയും രക്ഷപ്പെടുത്തും ഇതുപോലെ എന്ന് പറയണം. ഇങ്ങനെയുള്ള ആൾക്കാരെ കർത്താവ് എന്നെ രക്ഷപ്പെടുത്തിയ ഞാൻ ഇതുപോലെയുള്ള ഒത്തിരി പേര് രക്ഷപ്പെടുത്തിക്കൊള്ളാം. അല്ലെങ്കിൽ നീ ചിലപ്പോൾ നാളെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കും. നീയും നിൻ്റെ ഭർത്താവും ഭാര്യയും ഇപ്പോൾ തന്നെ 2-3 സാക്ഷികൾ കേട്ട് ഞങ്ങൾക്ക് കർത്താവ് കാറ് തന്നെന്ന് ഒന്നും പറയിപ്പിച്ചിട്ടില്ല. കാര്യം എന്നറിയാമോ? സൈക്കിൾ പോലും ഇല്ലാത്ത ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. അതാണ് സാരം. ഞങ്ങൾക്ക് കർത്താവ് കാറ് തന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയുന്നുണ്ട്. ഞാൻ പറയിപ്പിച്ചിട്ടില്ല. 2-3 സാക്ഷി ആ ടൈപ്പുണ്ട്. അപ്പം എൻ്റെ ചിന്ത വന്നത് സൈക്കിളില്ലാത്ത ആൾക്കാരുണ്ടല്ലോ എന്നാണ് ചിന്ത വന്നത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, പക്ഷേ എല്ലാത്തിനും ഒരു പരിമിതികളൊക്കെ ഉണ്ട്.
അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നിങ്ങൾ രക്ഷപ്പെട്ട ദൈവനാമത്തെ പരസ്നേഹത്തിൽ നിങ്ങൾ മറ്റുള്ളവരെയും രക്ഷപ്പെടുത്തുമെന്ന് തീരുമാനിച്ച കാര്യങ്ങൾ കുറച്ച് എളുപ്പമാകും. വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. പിന്നെ ഒരു സെൻറ്റ് സ്ഥലമില്ലാത്തവരുണ്ട്. ഉള്ള സ്ഥലത്തിന് പട്ടയമൊന്നും കിട്ടാത്തവരുണ്ട്. ഉള്ള സ്ഥലത്ത് ജീവിക്കാൻ വേണ്ടി ഒരു ജോലി ചെയ്യാൻ പറ്റാത്തവരുണ്ട്. കാര്യം ഉണ്ടായാലും ഇല്ലെങ്കിൽ എപ്പോഴും ഹെൽത്തിലും അവിടെ ഇവിടെയൊക്കെ അയൽവാസികൾ കുറ്റം പറഞ്ഞും കംപ്ലൈൻറ്റ് കൊടുത്തും ഉള്ള ജോലി അടപ്പിച്ചിട്ട് കുഞ്ഞുങ്ങളെ പോറ്റാൻ മാർഗമില്ലാതെ ഭ്രാന്തി പിടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ വ്യത്യസ്തങ്ങളായ വേദന അനുഭവിക്കുന്നവരെ, സാമ്പത്തിക മാർഗങ്ങളെല്ലാം ജോലി നഷ്ടപ്പെട്ടവരെ, തിരിച്ചു കയറാൻ പറ്റാതെ വരുന്നവരെ, കടക്കാർ, നിലനിർത്താത്ത ആൾക്കാർ, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സാമ്പത്തിക മേഖലകളിലെ മനസ്സ് തകർന്ന് ജീവിക്കുന്നവരുടെ മേൽ ഈ ഒറ്റ പ്രാർത്ഥനയുടെ ശക്തിയാൽ അമ്മമാതാവിന്റെ മധ്യസ്ഥത്തിലെ ഈശോയുടെ കാരുണ്യം ചൊരിയട്ടെ. ആരാധനയുടെ ശക്തി അഭിഷേകം, ദിവ്യകുമാരിയുടെ അഭിഷേകം, കർത്താവേ അഭിഷേകമായി തീരണമേ. തത്സമയ സൗഖ്യങ്ങൾ നൽകണമേ. വിദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ സ്പർശിക്കണമേ. ഹല്ലേലൂയ. ഓ അഭിഷേകമേ, ആമേൻ. ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. എല്ലാവരും ഓ അഭിഷേകമേ, ആമേൻ. ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. എൻ്റെ പേര് ഡൈന, ഇതെൻ്റെ ഹസ്ബൻഡ് ജോർജ്. ഞങ്ങൾ വരുന്നത് ബാംഗ്ലൂരിൽ നിന്ന് കർമ്മലരാം ഇടവകയിൽ നിന്നാണ്. ഇതിനു മുമ്പേ കഴിഞ്ഞ വർഷം എൻ്റെ അനിയത്തിയുടെ ഒരു രോഗസാക്ഷ്യമായിട്ട് ഞാൻ ഈ അൾത്താരയിൽ മറ്റൊരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സാക്ഷ്യം കൂടി പറയാനും പരിശുദ്ധാമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായിട്ട് ഇവിടെ നിൽക്കുവാനും തന്ന അനുഗ്രഹത്തിനായ ദൈവപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നന്ദി പറയുന്നു. ഞാൻ കൃപാസനത്തിനെ പറ്റി അറിഞ്ഞു തുടങ്ങിയത് ഒക്കെ ഒരു 2020 കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ യൂട്യൂബ് വഴിയൊക്കെയാണ് അറിഞ്ഞു തുടങ്ങിയത്. അന്നത്തെ കാലത്തിലൊക്കെ പക്ഷെ ഞാൻ കേരളത്തിലുള്ള മറ്റൊരു ധ്യാന കേന്ദ്രത്തെ പോലെയാണ് കൃപാസനത്തിനെ ഞാൻ അറിഞ്ഞിരുന്നത്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിനെക്കുറിച്ച് ഞാൻ ആ വീഡിയോകളിലൂടെയൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല. അപ്പം അച്ഛൻ്റെ ഇടയ്ക്ക് ടോക്കുകൾ കേൾക്കും, അങ്ങനെയൊക്കെ കുറച്ച് പോയി. ഞങ്ങൾ ഉടമ്പടി എടുക്കുവാനുള്ള പ്രത്യേക കാരണം എന്ന് വെച്ചാൽ 2020 മുന്നേ ഒരു 5-6 വർഷം എൻ്റെ ഹസ്ബൻഡ് റിയാദിലാണ് വർക്ക് ചെയ്തിരുന്നത്. പലപ്പോഴും ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുവാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുമ്പോഴും ഞങ്ങളവിടെ അങ്ങനത്തെ വിശുദ്ധ കുർബാനയോ സൺഡേ സ്കൂളോ ഒന്നും ഇല്ലാത്തതിൻ്റെ ഒരു കാരണത്താൽ ഞാൻ നാട്ടിൽ തന്നെ പിള്ളേരുമായിട്ട് നിന്നു. ഹസ്ബൻഡ് അവിടെ വർക്ക് കണ്ടിന്യൂ ചെയ്തു. പക്ഷേ കോവിഡ് കാലത്തിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ബാംഗ്ലൂരിലും ഹസ്ബൻഡ് റിയാദിൽ നിന്നപ്പോൾ ഞങ്ങൾക്കൊരു എന്താണ് ഉണ്ടാകുക, അല്ലെങ്കിൽ പെട്ടെന്ന് പോകേണ്ടി വന്നു എന്നുള്ള ഒരു ശങ്കകളൊക്കെ ഉള്ളത് കൊണ്ടും ഞങ്ങളുടെ നിർബന്ധപ്രകാരം അതിന് മുന്നേ തന്നെ കുറച്ച് ട്രാൻസ്ഫറിന് സെയിം കമ്പനിയിൽ നിന്ന് തന്നെ ട്രാൻസ്ഫറിനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ട്രാൻസ്ഫർ ഡിസ്കഷൻ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 2020 കോവിഡിൻ്റെ സമയത്ത് പെട്ടെന്ന് ഉള്ള മാറ്റത്തിലൊക്കെ ഫ്രീസിങ് ഹയറായി, ട്രാൻസ്ഫർ വർക്കൗട്ടായില്ല. ജോർജ് നമ്മുടെ ഒരു നിർബന്ധത്താൽ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ഒരു കമ്പനിയിൽ, ബാംഗ്ലൂർ കമ്പനി ജോലി കിട്ടി നാട്ടിലേക്ക് വരുവാനിടയുണ്ടായി. വന്ന് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴൊക്കെ തന്നെ മനസ്സിലായി ഇവിടുത്തെ കമ്പനിയിൽ നല്ല വർക്ക് പ്രഷറും അതിനു മുന്നേ അവിടെ ഉണ്ടായിരുന്ന നല്ല പൊസിഷനും നല്ല സാലറിയും നല്ല വർക്ക് ലൈഫ് ബാലൻസുമുള്ള ജോലിയായിരുന്നു. ഇവിടെ വന്നപ്പം അതൊന്നും പെട്ടെന്ന് അപ്രത്യക്ഷമായി.
ആ ഒരു പ്രഷർ ജീവിതത്തിലും ഒക്കെ ഉണ്ടായി. ജോർജിന് നമ്മുടെ വീട്ടിൽ നിന്ന് പോയി വരാൻ തന്നെ ചില ദിവസങ്ങളിൽ 2-2.5 മണിക്കൂറും അപ്പ് ആൻഡ് ഡൗൺ ഒരു 5 hours ജേണിയൊക്കെ ആകുമ്പം ഹെൽത്തിനെയും ട്രാവലിനെയും ഫാമിലി ലൈഫിനെയൊക്കെ പതുക്കെ ആ ദേഷ്യങ്ങളും ഒക്കെ ഇമ്പാക്റ്റ് ചെയ്യാൻ തുടങ്ങി. അത് ഒരു വിഷമമായിട്ട് ഞങ്ങൾക്കും കാണപ്പെടാൻ തുടങ്ങി. അതിനിടയിൽ എനിക്ക് രണ്ടാമതുള്ളതൊരു മോനാണ്. അവനും ഒരു 3-3.5 വയസ്സായപ്പം ഭയങ്കരമായ വാശിയും ഒരുതരം വഴക്കുള്ളൊരു സ്വഭാവമായി ഉപദ്രവിക്കാൻ തുടങ്ങി. എനിക്ക് വർക്കിംഗ് ഫ്രം ഹോം ഓപ്ഷൻ ഉണ്ട്. പലപ്പോഴും മീറ്റിംഗ് സമയത്തൊക്കെ ഈ വഴക്കൊക്കെ ആകുമ്പോഴേക്കും അത് ഞങ്ങളുടെ ഒരു റുട്ടീൻ ലൈഫിനെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു കാലത്തിൽ ഞാൻ പക്ഷേ ആ ഒരു സമയങ്ങളിലൊന്നും അതുവരെ ആരും ഉടമ്പടി നേരിട്ടെടുത്ത ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരാളത്ത് ഡീറ്റെയിൽസ് ചോദിക്കാൻ ഞാൻ അറ്റൻഡ് ടോക്കിലൂടെ മനസ്സിലാക്കാതെ എന്താണ് അതിൻ്റെ ചിട്ടവട്ടങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആരെയും നേരിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ബന്ധുക്കളിലും തന്നെ ആരും നേരിട്ട് പോയിട്ട് ഉടമ്പടി എടുത്തിട്ടതായി കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വെബ്സൈറ്റിൽ ഒരു ദിവസം കയറി നോക്കി. അങ്ങനെയാണ് ഞാൻ ഈ സ്ഥലത്ത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്നതാണെന്നും ആ പ്രാർത്ഥനയിലോ ഡൗൺലോഡ് ചെയ്തതിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ 2022 ഞങ്ങൾ നാട്ടിലൊരു ഫംഗ്ഷനൊക്കെ വന്നപ്പം ജോർജിൻ്റെ ചേച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചിയിലൂടെയാണ് ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ധ്യാനം കൂടേണ്ടതെന്നും, കാരണം ആ ചൊവ്വാഴ്ചകളിലെ ധ്യാനം കൃത്യസമയത്തൊക്കെ എനിക്ക് ജോലിയുടെ ഇടയിൽ കൂടാൻ പറ്റുമോ എന്നുള്ളൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചേച്ചി അതിൻ്റെ ആ സ്പിരിറ്റ് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് അതെടുക്കാനുള്ള ധൈര്യമായത്. ഞാൻ ഈ 2022 മെയ് 22 ആദ്യമായി അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ആദ്യമൊക്കെ പ്രാർത്ഥന നല്ല ഉത്സാഹത്തോടു കൂടെ തുടങ്ങി. 1 ദിവസം 2 ദിവസം 15 ദിവസം 30 ദിവസമായിട്ടും എനിക്ക് പ്രത്യേകിച്ച് എനിക്കൊരു മാറ്റം ഉണ്ടാവുന്നതോ എൻ്റെ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുന്നതോ എനിക്കൊരു ഫീൽ അങ്ങോട്ട് വരാതെ ആയപ്പം എനിക്കൊരു ചെറിയ നിരാശയൊക്കെ വന്നു തുടങ്ങി. പിന്നെ അതൊരു 90 ദിവസം കഴിഞ്ഞ് ഞാൻ ആ ഉടമ്പടിനെ കുറിച്ച് എനിക്കൊരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തോന്നിയില്ല. എൻ്റെ ആ ഉടമ്പടി കാലം കഴിഞ്ഞു. അതൊരു ജീവിത രീതിയായിട്ട് കൊണ്ടുപോകാനുള്ള അറിവും എനിക്കുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ കൂടെ അതേപോലെ തന്നെ ആ സമയങ്ങളിൽ തന്നെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനും ഞങ്ങളുടെ കുടുംബാംഗത്തെ പോലെ ഞങ്ങൾക്കൊരു ചേച്ചിയുണ്ട്. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടി. അവിടുത്തെ പ്രത്യേക ഒരു സാഹചര്യത്തിന് കാരണത്താലും ചേച്ചിയും പെട്ടെന്ന് ഇനി പോകുകയാണ്, ഞാനിനി ജോലി നിർത്തുന്നു എന്നുള്ളൊരു മട്ടും പറഞ്ഞു. ഞങ്ങൾക്ക് മോൻ്റെ പ്രഷറും ജോർജിൻ്റെ യാത്രയും ജോലി പ്രഷറും എല്ലാം കൂടെ എനിക്ക് പെട്ടെന്ന് താങ്ങുവാനുള്ള ഒരു സിറ്റുവേഷൻസ് ആയി തുടങ്ങി വീട്ടിൽ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഇനി എന്ത് തീരുമാനിക്കുമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിങ്ങനെ ഇരിക്കുന്നു. ചേച്ചിക്ക് നാട്ടിലേക്ക് പോകാൻ 2022 ഓഗസ്റ്റ് 30 ടിക്കറ്റ് ബുക്ക് ചെയ്തു. ആ ഒരു ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങളുടെ ആ സമയങ്ങളിൽ അന്ന് ഓഗസ്റ്റ് മാസം 30 ഞങ്ങളെല്ലാവരും സന്ധ്യാപ്രാർത്ഥന ഒരു വലിയ ദുഃഖത്തോടെ, കാരണം ഞങ്ങളുടെ കൂടെ 10-14 വർഷത്തോളം കൂടെ ഉണ്ട ചേച്ചിയാണ്. അപ്പോൾ എല്ലാവരും സങ്കടത്തോടെ പോയി കിടന്നുറങ്ങി. അന്ന് കിടക്കാൻ പോകുമ്പോഴേ അതിഭയങ്കരമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. അന്ന് പോയി കിടന്നുറങ്ങി. വെളുപ്പിനെ ഒരു 2:30 ആയപ്പം പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ഞാൻ മാത്രം ഞെട്ടി എണിച്ചു. എനിക്കെന്തോ സൗണ്ട് കേട്ടു. എന്താ കാര്യം എന്ന് മനസ്സിലായി. ഫോണെടുത്ത് നോക്കിയപ്പം എന്തെങ്കിലും മെസ്സേജുകളുണ്ടോ നോക്കി. എല്ലാവരും വെള്ളമുണ്ടെന്നല്ലാതെ എന്താ കാര്യം എന്നാരും പറഞ്ഞില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ജനലിലും ബാൽക്കണിയിലൊക്കെ പോയി നോക്കി. കാര്യം മനസ്സിലായൊന്നുമില്ല. ഞാനൊരു ധൈര്യത്തോടു കൂടി നല്ല മഴയത്തും പോയിട്ട് വാതിൽ ആരെയും വിളിക്കാതെ തന്നെ പോയി തുറന്നു നോക്കിയപ്പം നമ്മുടെ മുകളിലെ ഫ്ലാറ്റിൽ താമസിക്കുന്ന 2-3 ഫാമിലീസ് നനഞ്ഞ് കയറി വരുന്നു. അവർ പറഞ്ഞു നമ്മുടെ കോമ്പൗണ്ട് വാൾ ബ്രേക്കായി. അപ്പുറത്തൊരു ഡ്രെയിൻ വാട്ടർ പോകുന്ന വലിയൊരു നാലയുണ്ട്. അതിലൂടെ മുഴുവൻ അഴുക്കുവെള്ളവും കയറി ഇങ്ങോട്ട് വന്നു. അന്നേരമാണ് ഞാൻ താഴത്തോട്ട് നോക്കുമ്പോൾ നമ്മുടെ പാർക്കിംഗ് സ്പേസ് എല്ലാം പകുതി ആളുടെ പൊക്കത്തിൽ മുഴുവൻ വെള്ളമായി കഴിഞ്ഞു. നമുക്ക് 2 കാറുകളുണ്ട്. അതിലൊരു കാറ് 1 വർഷം പോലും തികഞ്ഞില്ലായിരുന്നു. അതിൻ്റെ ഈ ഉണ്ടാവുന്ന സംഭവത്തിൻ്റെ 7 ദിവസം മുന്നേ അതിൻ്റെ ഇൻഷുറൻസ് റിന്യൂ ചെയ്ത്. അപ്പം നമ്മുടെ കാർ വാല്യൂം കുറച്ച് കുറഞ്ഞു. പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടായി. ഞാൻ പോയിട്ട് ഉള്ളിൽ എല്ലാവരെയും വിളിച്ചുണർത്തി. എല്ലാവരും വന്ന് നോക്കി. നമുക്ക് പക്ഷെ പെട്ടെന്നൊന്നും ചെയ്യാനില്ല, കാരണം വെള്ളം പകുതിക്ക് മുന്നേ നിറഞ്ഞു, വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ നോർത്ത് സൈഡിലുള്ള വാളും അപ്പുറത്തെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള വെള്ള പ്രഷർ കാരണം ആ വാളും പൊട്ടി അവിടെ നിന്നുള്ള വാഹനങ്ങൾ വരെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നു. അങ്ങനെ നോക്കുമ്പം ആകെ എല്ലായിടത്തും വെള്ളമായി. എല്ലാവരും
പിന്നെ ഫയർഫോഴ്സ് അവിടുത്തെ ലോക്കൽ അതോറിറ്റീസിനെയൊക്കെ വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു. പിന്നെ ഫോൺ ചാർജ് ചെയ്യാനുള്ളൊരു മെക്കാനിസമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ലിമിറ്റഡ് ആവുമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങളൊരു 3:30 ആയപ്പോൾ പിന്നെ ഇനി ഒന്നും പറയാനില്ല, എല്ലാവരും വിഷമത്തോടെ ബെഡിൽ കിടന്നു. ഞാൻ എൻ്റെ കൈക്കൊന്ത എടുത്തിട്ട് പ്രാർത്ഥിക്കാൻ ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലാനെടുക്കും, പക്ഷേ 2 വരി ചൊല്ലുമ്പോഴേക്കും പിന്നെ മറന്നു പോകും, വേറെന്തോ മനസ്സിൽ ചിന്തകൾ വരും. പക്ഷെ അന്നേരമൊക്കെ എൻ്റെ മനസ്സിലൊരു സങ്കീർത്തനം വന്നു, ദൈവം ഉണരട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോട്ടെ. അത് തന്നെ ഞാൻ ജപമണികൾ ചൊല്ലിക്കൊണ്ടിരുന്നു. ഒരു 5:30 ആയപ്പോഴേക്കും ഫയർഫോഴ്സ് വന്നു, കുറച്ച് ലോക്കൽ അതോറിറ്റീസ് വന്നു, വെള്ളം പമ്പ് ചെയ്യാനുള്ള മെക്കാനിസം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അത്രയും വെള്ളമുള്ളത് ഒരു 2-2.5 ദിവസം കൊണ്ടാണ് വെള്ളം മുഴുവൻ പമ്പ് ചെയ്ത് തീർത്ത് കളഞ്ഞത്. അതിനുശേഷം 3-ാം ദിവസം നമ്മുടെ ചീഫ് മിനിസ്റ്ററും അവിടുത്തെ MP എല്ലാ ചീഫ് ഓഫീഷ്യൽസും ഒക്കെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് വിസിറ്റ് ചെയ്തു, കാര്യകാരണങ്ങളൊക്കെ അന്വേഷിച്ചു, എന്താണ് ഗവൺമെൻറ് എടുക്കേണ്ട മെഷേഴ്സ് എന്നൊക്കെ അന്വേഷിച്ചു. പക്ഷേ നമ്മുടെ അപ്പോഴത്തെ ഉള്ള അവസ്ഥയിൽ പിന്നെ ഗവൺമെൻറ്റിന് കുറച്ച് വർക്കേഴ്സിൻ്റെ സപ്പോർട്ട് കിട്ടി, ക്ലീനപ്പ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായിരുന്നു. ഒരു 250 ഫാമിലീസുള്ള അപ്പാർട്ട്മെൻറ്റാണ്. ഒരു 200ഓളം കാറുകൾ നശിച്ചു കാണും. 3-ാം ദിവസമാണ് ഞങ്ങളുടെ കാറ് പുള്ളി ചെയ്ത് ഗാരാജിൽ കൊണ്ടുപോയത്. 3-ാം ദിവസം പുള്ളി ചെയ്ത് കൊണ്ടുപോയി ഷോറൂമിലെത്തിയിട്ട് ജോർജ് അവിടുന്ന് പിന്നെ വിളിച്ചു പറഞ്ഞു, രണ്ട് കാറും ടോട്ടൽ ലോസാണ് ഡിക്ലെയർ ചെയ്തതെന്ന് പറഞ്ഞു. അതങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. തിരിച്ച് വീട്ടിൽ വന്നിട്ട് ജോർജ് പിന്നെ ഒന്നും മിണ്ടാണ്ടായി. അപ്പോഴും ഞാനും ചേച്ചിയൊക്കെ പിടിച്ചു നിന്നു. ജോർജ് ഭയങ്കര വിഷമത്തിലിരിക്കുന്നു. എനിക്ക് ഒന്നും എന്താ ഇത്ര സാധാരണ കാര്യങ്ങൾ ഞാനാണ് കുറച്ചും കൂടെയൊക്കെ എല്ലാവരെയും വിളിച്ച് പറഞ്ഞ കരച്ചിലും പിടിച്ചിലും ഇരിക്കുന്നത്, പക്ഷേ ഇതിൽ ജോർജ് കൂടുതൽ വിഷമത്തിലിരിക്കുന്നു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞങ്ങൾ ഈ ജോലി പ്രഷർ കാരണം ചേച്ചി പോണത് കാരണം ഞങ്ങൾ 2 മാത്രമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു തീരുമാനം എടുത്തു, ആരെങ്കിലും ഒരാൾ ജോലി റിസൈൻ ചെയ്യാം. ഞാൻ റിസൈൻ ചെയ്യണ്ടെന്ന് ജോർജ് പറഞ്ഞു, കാരണം എനിക്ക് വർക്കിംഗ് ഫ്രം ഹോം ഉണ്ട്, ജോർജിനുള്ള യാത്ര എന്ന് പറഞ്ഞ്. അങ്ങനെ ജോർജാണ് ജോലി റിസൈൻ ചെയ്തത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഈ 3 മാസമാണ് നോട്ടീസ് പീരീഡ്. പെട്ടെന്ന് ഈ കാറിൻ്റെ ചിലവുകൾ, അപ്പാർട്ട്മെൻറ്റിലെ നാശം, ജോലി റിസൈൻ ചെയ്യുന്നുള്ള കണ്ടീഷനിൽ ജോർജ് ആകെ ഭയങ്കര ഒരു വിഷമത്തിലായി. എന്നാൽ സാരമില്ല, ദൈവം തീരുമാനിക്കട്ടെ, നമ്മൾ പ്രാർത്ഥിച്ചാണല്ലോ തീരുമാനിച്ചതെന്ന് പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോയി. കുറേ ഫാമിലീസൊക്കെ ഹോട്ടലിൽ താമസിച്ചു. ഞങ്ങൾ അവിടെ തന്നെ നിന്നു. ഞങ്ങൾക്കൊരു 3 ദിവസം സർവ് ചെയ്യാനുള്ള ഫുഡുണ്ട്. വെള്ളം ട്രാക്ടറിൽ കൊണ്ടുവരാൻ തുടങ്ങി, കുടിവെള്ളം. ഞങ്ങൾ അങ്ങനെ പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 4-5 സാറ്റർഡേ ആയപ്പോഴേക്കും ക്ലീനപ്പ് വർക്കൊക്കെ കുറച്ച് ക്ലീനായി. ഒരു സൺഡേ ഉച്ച കഴിയുമ്പോഴേക്കും ഏകദേശം എല്ലാവർക്കും താമസയോഗ്യനായി അപ്പാർട്ട്മെൻറ്റ്. എല്ലാവരും പതുക്കെ തിരിച്ചു വന്നു, പവർ വന്നു, എല്ലാവരും വന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും പിന്നെയും മഴ പെയ്യാൻ തുടങ്ങി. ഒരു 10 മണിയാകുമ്പോഴേക്കും മഴ നല്ല ശക്തമാവാൻ തുടങ്ങി. 10:30 ആകുമ്പോഴേക്കും എല്ലാവരുടെ മനസ്സും അങ്ങ് മരവിക്കാൻ തുടങ്ങി. കാരണം ആദ്യത്തെ മുന്നത്തെ ആഴ്ചേനേക്കാളും അതിഭയങ്കരമായ മഴയാണ്. അപ്പം പിന്നെ ഞങ്ങൾ നോക്കുമ്പം ആ ടെമ്പററി കെട്ടിയ വാളിൻ്റെ മുകളിൽ കൂടെ വെള്ളം കവിഞ്ഞൊഴുകാൻ തുടങ്ങി. സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലുള്ള വാൾ കൊളാപ്സായി. എല്ലാം ആദ്യത്തിനേക്കാളും ഇരട്ടി വെള്ളമാണ് ഇരച്ച് കയറിയത്. അപ്പം ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് അതോറിറ്റീസിൽ നിന്ന് വന്നു, ഇനി എല്ലാവരും വീട്ടിൽ പോകുക നിവർത്തിയുള്ളൂ, കാരണം ഉടനെയുള്ള സപ്പോർട്ടില്ല എന്ന്. അങ്ങനെ പിറ്റേ ദിവസം ബോട്ട് വഴിയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഗേറ്റിലെത്തിയത്. ബോട്ടിൽ സാധനങ്ങളും പാക്ക് ചെയ്ത് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. മോൾ 9-ലായിരുന്നു. മോളുടെ ഫ്രണ്ടിൻ്റെ ഒരു പാരൻസ് വന്നു. അവർ നല്ല ഫാമിലി ആയിരുന്നു. അവർ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ വീട്ടിൽ നിർത്തി. കാരണം എത്ര ദിവസത്തേക്കാണ് ഇത് റിപ്പയർ വർക്കും മെയിൻ്റനൻസും ആർക്കും അറിയില്ലായിരുന്നു. ഞങ്ങൾ നാട്ടിലേക്ക് പോന്നു. ജോർജ് അവിടെ തന്നെ ഹോട്ടലിൽ നിന്നു, കാരണം മോൾ അവിടെ ഉള്ളത് കൊണ്ട്. ഞങ്ങൾ തിരിച്ചു വന്നു. ഒരു 2-3 ആഴ്ച കൊണ്ട് അപ്പാർട്ട്മെൻറ്റ് പിന്നെ റെനോവേറ്റൊക്കെ ചെയ്ത് ഞങ്ങൾ പോയി. പക്ഷേ ഈ കാലഘട്ടത്തിലൊക്കെ എന്താണ് ഞങ്ങൾക്ക് ഇനി പിന്നെ മഴ പെയ്യാൻ തുടങ്ങുന്ന ഓരോ രാത്രികൾ ഞങ്ങൾക്കൊരു ഉറക്കം വരായ്മയും ഒരു ടെൻഷനുമാണ് എല്ലാവർക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പുറമേക്കൊക്കെ ധൈര്യപ്പെടുത്തിയാലും അതങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയായി. ഞാൻ അന്നേരം മാതാവിനോടൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, എന്താണ് ഒരു വഴിയെന്ന് ഞങ്ങൾക്ക്. കാരണം ഇത് ഞങ്ങളുടെ സ്വന്തം വീടാണ്. അവിടുന്ന് ഞങ്ങൾ ഓൾമോസ്റ്റ് സെറ്റിലായി. ഇനി മാറാനുള്ള അവസരമാണോ എന്താണെന്ന് ഞങ്ങൾക്കും അറിയില്ല. ഞങ്ങളിതൊന്നും പ്ലാൻ ചെയ്യാത്ത ഞങ്ങളുടെ അതിനുള്ള പൈസയോ ഞങ്ങൾ കരുതിയിട്ടില്ല, ഒരു സ്ഥലം മേടിക്കാനോ എന്തോ. അങ്ങനെ കുറച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതം എന്നെ ജോർജ് റിസൈൻ ചെയ്ത ജോലിയിൽ മാനേജർ ചോദിച്ചു, ഒരു 2 മാസം കൂടെ കണ്ടിന്യൂ ചെയ്യുമെന്ന് ചോദിച്ചു. ഞങ്ങളും പല ജോലികളും വേറെ നോക്കി, എല്ലാം ദൂരത്തും വർക്കൗട്ടും അല്ലെങ്കിൽ ജോർജിൻ്റെ പ്രൊഫൈല് ഓവർ ക്വാളിഫൈഡ് ആയിരുന്നു, ജോലിയൊന്നും ആയില്ല.
മാനേജർ ചോദിച്ചപ്പോൾ ഞങ്ങൾക്കും വലിയൊരു ആശ്വാസമാണ്. കാരണം മറ്റൊന്നും കണ്ടെത്തിയില്ല, പൈസയുടെ ആവശ്യമുണ്ട്, നഷ്ടങ്ങൾ ഒരുപാടായി, കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷം 2 മാസം കഴിഞ്ഞപ്പോൾ ഡിസംബർ ആയപ്പം മാനേജർ ഒന്നും കൂടെ ചോദിച്ചു, നമുക്ക് ജോലി ഇത് കണ്ടിന്യൂ ചെയ്യാമോ എന്ന് ചോദിച്ചു. അതൊരു മാതാവിൻ്റെ പ്രത്യേക ഇടപെടലാണ്. കാരണം ഞങ്ങൾക്ക് വേറൊരു കപ്പലപ്പം കിട്ടിയില്ല. അത് ആ സെയിം ബോട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ മാതാവ് ഒരു അവസരം തന്നു. ജോർജ് ജോലി കണ്ടിന്യൂ ചെയ്തു, ചേച്ചി തിരിച്ചു വന്നു, ഞങ്ങളുടെ കൂടെ തന്നെ നിന്ന് ഞങ്ങൾ അങ്ങനെ പൊക്കോണ്ടിരിക്കേ. അപ്പോഴും 2023 ഞങ്ങൾ മാതാവിനോട് ഞാൻ നിയോഗം എത്തിച്ച് പ്രാർത്ഥിച്ചു, ഒരു വഴി കാണിക്കണം എന്ന് പറഞ്ഞ്. അങ്ങനെ 2023 നോക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിയിലെ പാരിഷ് ബുള്ളറ്റിനിൽ ഒരു സൈറ്റിൻ്റെ ചെറിയൊരു സൈറ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. ഞങ്ങൾ അവരെ വിളിച്ച് ചോദിച്ചു, അവർ വന്നു കാണാൻ പറഞ്ഞു. അന്നേരം ഞാനിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഞങ്ങൾക്ക് പോയി കാണാൻ പറ്റിയില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്നേരം ഇച്ചിരി ഒരു മയക്കത്തിൽ കണ്ടു ആ സ്ഥലം. ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ വന്ന് വെഞ്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി, മാതാവ് അത് ഞങ്ങൾക്ക് തരുന്നതാണെന്നുള്ളൊരു വിശ്വാസം എനിക്ക് വന്നു. ഞങ്ങൾ 2 ദിവസത്തിനുള്ളിൽ അത് പോയി കണ്ടു. ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങൾക്ക് ഇതൊന്നും പ്ലാൻ ചെയ്യാത്ത കാരണം അതിനുള്ള തുക കണ്ടെത്താൻ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ മേടിക്കുന്ന ആ ഓണറും നല്ലൊരു മനസ്സുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ളൊരു കാലാവധി തന്നു. ഞങ്ങൾക്ക് പറ്റാവുന്ന താങ്ങാവുന്ന ഒരു തുക മാതാവ് മധ്യസ്ഥ ഞങ്ങൾക്ക് അതിനുള്ളൊരു താങ്ങാവുന്ന ഒരു തുകയിൽ ഞങ്ങൾക്ക് ആ സൈറ്റ് മേടിക്കാൻ പറ്റി. മേടിച്ചതിൻ്റെ പിന്നത്തെ മാസം തന്നെ ഞങ്ങളൊരു വീട് പണിതു. ഈ ജനുവരി 11 2025 ജനുവരി 11 ഞങ്ങളുടെ പുതിയ വീടിൻ്റെ പാല് കാച്ചി ഞങ്ങൾ താമസം മാറി. ഒരു സാധാരണ നമ്മളെപ്പോലെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ജോലി കൊണ്ട് നമുക്ക് മേടിക്കാവുന്നതിലും ഏറ്റവും മനോഹരമായ നാട്ടിൽ പോലെ നല്ല സ്പേഷ്യസ് ആയിട്ടൊരു വീടാണ് മാതാവ് ഞങ്ങൾക്ക് തന്നത്. ഞാൻ ആ വീടിനെ ഇപ്പം എല്ലാ അഡ്രസ്സുകളിലും കൃപാ ഹൗസ് എന്നാണ് എല്ലായിടത്തും എഴുതിക്കൊണ്ടിരിക്കുന്നത്, മാതാവ് തന്ന അനുഗ്രഹമായിട്ടും. അതുപോലെ തന്നെ ഈ 2023 ആകുമ്പം ജോർജിൻ്റെ ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു, ഒരു എക്സ് കൊളീഗ് വഴി. അതുവരെ ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് ആദ്യം എടുത്തത്. പിന്നീട് ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ എനിക്ക് ഒരു ചാൻസ് വരാൻ പറ്റിയില്ലായിരുന്നു. ഇതുവരെ വന്നെടുക്കാമെന്നാണ് ഞാൻ തീരുമാനിച്ചത്. കാരണം എനിക്ക് അച്ഛൻ്റെ ക്ലാസ് കേൾക്കണം, അതിലെല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്യണം, മനസ്സിലാക്കണം എന്നുള്ള ഒരു സ്പിരിറ്റിൽ ഞാനിരുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയാൽ 1 മാസത്തിനുള്ളിൽ ആ ഇൻ്റർവ്യൂ പ്രോസസ്സ് കഴിഞ്ഞു. ആ ജോലി ലഭിക്കുകയും ചെയ്തു. അത് ആദ്യത്തിനേക്കാൾ ട്രാവൽ ഡിസ്റ്റൻസും കുറഞ്ഞു. ഞങ്ങൾക്ക് ജോർജിന് വർക്ക് പ്രഷറും കുറഞ്ഞു. അതെല്ലാം പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിലാണ് ഞങ്ങൾക്ക് ഇതൊക്കെ സാധിച്ചു തന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ താണെങ്കിലും മോന് നഴ്സറി കോവിഡ് ടൈമായിരുന്നു, സ്കൂളിൽ വിട്ടില്ല. LKGയിലാണ് ആദ്യമായി പോയത്. LKGയിൽ ആദ്യത്തെ 2 ദിവസം ഒഴിച്ചും പിന്നെ ഒരു വിരലിലെണ്ണാവുന്ന ദിവസങ്ങളിൽ മാത്രമാണ് അവൻ കരയാതെ സ്കൂളിൽ പോയിട്ടുള്ളത്. രാവിലെ എണീക്കുമ്പോഴും വൈകുന്നേരം വരുമ്പോഴും എനിക്ക് പേടിയാണ്, ഇവനെ എന്ത് പറഞ്ഞ് കൺവീൻസ് ചെയ്യണം, എന്താ പറഞ്ഞിട്ടാണ് വഴക്കുണ്ടാക്കണമെന്ന് പറഞ്ഞ്. ഞാൻ രാവിലെ അവൻ എണീക്കുമ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ മുഴുവൻ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിക്കൊണ്ടിരിക്കും. പോയി വരുമ്പോഴും ഇത് തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അടുത്ത വർഷത്തേക്ക് ഞങ്ങൾ അത് കാരണം അവനെ സ്കൂള് മാറ്റാമെന്ന് വിചാരിച്ചു. സ്കൂള് മാറ്റി. ഈ UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡും പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥയിൽ ആ മാറ്റിയ സ്കൂളിൽ അവൻ സന്തോഷത്തോടുകൂടി ദൈവം അനുഗ്രഹിച്ച് എന്നും പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീടോ ഈ മാറ്റമോ ഒന്നും ഞങ്ങൾക്ക് അറിയാത്തിരുന്ന സമയത്ത് അവനെ സ്കൂൾ എടുത്തപ്പോൾ തന്നെ പരിശുദ്ധാമ്മ ഞങ്ങൾക്കത് കാണിച്ചു തന്ന സ്കൂള് ഞങ്ങൾക്ക് ഇപ്പോൾ ഇരിക്കുന്ന പുതിയ വീടിൻ്റെ സ്ഥലത്തുനിന്നായാൽ കൂടി ഞങ്ങൾക്ക് അതേ സ്കൂളിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു അവസരവുമുണ്ട്. സ്കൂള് മാറേണ്ടിയും വന്നില്ല. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രത്യേക അനുഗ്രഹങ്ങൾ. അതുപോലെ തന്നെ ഞാനൊരു 2016 തൊട്ട് ഞങ്ങൾക്ക് ആനുവൽ മെഡിക്കൽ ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ തൊട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തൊട്ട് എനിക്ക് PCOD, എൻ്റെ യൂട്രസിൽ PCOD കാണുന്നുണ്ട്. അത് ഞാനിവിടെ വന്ന് 2023 വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തത്. അതിൽ കൂടെ വിശുദ്ധ വസ്തുക്കൾ തൈലവും ഉപ്പും ഒക്കെ തേച്ചും അതുപോലെ തന്നെ അതിന് മുന്നത്തെ സ്കാനിങ്ങിൽ ബ്രസ്റ്റിലൊരു ഫൈബ്രോയിഡും കാണപ്പെട്ടിരുന്നു. ഈ വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗം മൂലം ഞാൻ കഴിഞ്ഞ സ്കാനിങ്ങിൽ ആനുവൽ ഹെൽത്ത് ചെക്കപ്പിൽ നോക്കുമ്പോൾ 2 കാര്യങ്ങളും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥയിൽ അത് കാണാനില്ല എന്നാണ് റിപ്പോർട്ടിൽ.
PCOD ചെയ്ത ആ അൾട്രാസൗണ്ട് ചെയ്ത ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ എന്തിൻ്റെ ഇതിലാണ് ഈ PCOD പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതിന് മുന്നേ ഒരു 7 വർഷത്തെ സ്കാൻ റിപ്പോർട്ട് എടുത്താൽ എന്നും ആ സാധനം അതിലുള്ളതാണ്. പക്ഷേ അതും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥയിൽ അത് ഞങ്ങൾക്ക് മാറ്റിത്തന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം, ഞാൻ ഉടമ്പടിയിലൂടെ ഏറ്റവും കിട്ടിയ വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഈ പുതിയ തന്ന വീട് ഞങ്ങളുടെ പള്ളിയുടെ ഒരു 4 മിനിറ്റ് നടക്കാവുന്ന ദൂരത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 2025 കാലഘട്ടത്തിൽ ഞാൻ ഡാനിയൽ അച്ഛൻ്റെ ഒരുപാട് ടോക്കുകൾ യൂട്യൂബിൽ വന്നു തുടങ്ങിയ കാലം തൊട്ട് കേൾക്കാൻ തുടങ്ങി. അതുവരെ ഞാൻ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയ്ക്കും അല്ലെങ്കിൽ സൺഡേ പള്ളിയിൽ പോകുമ്പോൾ കേൾക്കുന്ന മാത്രമായിരുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ എൻ്റെ വായനയും അതിനെക്കുറിച്ചുള്ള അറിവും. പക്ഷെ അതിനുശേഷം അച്ഛൻ്റെ ടോക്ക് കേട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ബൈബിൾ സ്ഥിരമായി വായിച്ചു തുടങ്ങിയായിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് മനസ്സിലൊരു ആഗ്രഹം എഴുതി വെച്ചിരുന്നു, എനിക്കും അങ്ങനെ ഡെയിലി പള്ളിയിൽ പോകാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ദൈവമേ എന്ന് ആഗ്രഹിച്ചിരുന്നു. ഞാനിത് പറയാനുള്ള കാര്യം, ഞാൻ ഒരു വീട് മാറിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു പഴയ ഓഫീസിൽ കൊണ്ടുവന്ന ബാഗ് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നു, ഒരു നിയോഗം പോലെ എനിക്ക് പള്ളിയുടെ അടുത്ത് എന്നും പള്ളിയിൽ പോകാവുന്ന സാഹചര്യത്തിലൊരു വീട് ഒരുക്കി തരാമോ എന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സന്തോഷം കൊണ്ട് കരയുകയായിരുന്നു. കാരണം ഞാൻ മറന്നുപോയ കാര്യങ്ങൾ കൂടി ദൈവം ഈ ഉടമ്പടിയിലൂടെ ഓർത്തെടുത്ത് നേടിത്തന്നല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് പറഞ്ഞറിയാനാത്ത സന്തോഷവും സ്നേഹവും നന്ദിയുമുണ്ട് ദൈവത്തിനോട്. ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ ഇവിടുന്ന് തെലുങ്ക് കന്നഡ തമിഴും ഇംഗ്ലീഷ് പത്രങ്ങളാണ് ഞാൻ മേടിക്കാറ്. ഞങ്ങൾ വൈറ്റ് ഫീൽഡാണ് ആദ്യം താമസിച്ചിരുന്നത്. വൈറ്റ് ഫീൽഡ് പള്ളിയിലെ ഒരുപാട് ഇംഗ്ലീഷിൽ ഉള്ളവരും അതുപോലെ കുറേ തമിഴ് ഇടവകയുണ്ട്, അവർക്കൊക്കെ പത്രങ്ങൾ. ചിലവർ നല്ല സന്തോഷത്തോടു കൂടിയാണ് മാതാവിൻ്റെ ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ അത് മുത്തിയിട്ടാണ് പലരും പത്രം മേടിക്കുന്നത്. മേടിക്കാത്ത ചിലവരുമുണ്ട്. ചിലവർ വിചാരിക്കുന്നത് പൈസയ്ക്ക് കൊടുക്കേണ്ടതാണെന്ന് പോലും വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ പത്രം കൊടുക്കും. പിന്നെ ഓഫീസിൽ പോണ വഴിക്കും ഓഫീസിലെ സ്റ്റാഫിനും ഒക്കെ പത്രങ്ങൾ വിതരണം ചെയ്യും. ഞാനും ചേച്ചിയും കൂടെ പിന്നെ ഫുഡ് കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടു കൊടുക്കും. ഉള്ളിൽ കൊടുക്കാനുള്ള പെർമിഷൻ അവിടുന്ന് ഓഫീഷ്യൽസിന് കിട്ടാൻ ഇത്തിരി പാടാണ്. ഞങ്ങളെന്നാലും പുറത്ത് കാണുന്ന നിർധരായ രോഗികൾക്ക് ഫുഡും ചിലർക്ക് പൈസയും, അവർക്കിങ്ങനെ വീട്ടിൽ ഇറങ്ങി വരുന്നവർക്കൊക്കെ ചെറിയ പൈസ ഞങ്ങളെ കൊണ്ട് കൊടുക്കുക, കയ്യിലുള്ള ചെറിയ പൈസയൊക്കെ കൊടുത്ത് അവർക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസ കൊടുക്കും. അവിടെ അതേപോലെ ശിവാജി നഗർ എന്ന് പറഞ്ഞൊരു വലിയ മാതാവിൻ്റെ ബസിലിക്കയുണ്ട്, അതിനടുത്ത് കുറേ രോഗികൾ വന്ന് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി പൊതിയായിട്ട് പാക്ക് ചെയ്തിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കും. അതേപോലെ തന്നെ രോഗികൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ വാട്സപ്പിൽ കാണുന്നതും വീടിൻ്റെ അടുത്തുമൊക്കെ ഉള്ള നമ്മൾ കേൾക്കുന്നതും പരിചയത്തിലും കാണുന്ന രോഗികൾക്ക് നമ്മളെ കൊണ്ടാകാവുന്ന ചികിത്സാ സഹായങ്ങൾ നൽകും, അവർക്കുള്ള ഭക്ഷണങ്ങൾ നൽകും. പിന്നെ പല ഈ സ്പെഷ്യലി ഡിസേബിൾഡായ കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെ അട്ടപ്പാടിയിലൊക്കെ ഓരോ സ്ഥാപനങ്ങളുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ. അപ്പം നമുക്കാകാവുന്നത് പോലെ അവർക്ക് ഒരു നേരത്തെ ഫുഡ് സ്പോൺസർ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളും അതേപോലെ ഗ്രോസറി ഐറ്റംസ് മേടിച്ചു കൊടുക്കും. ബാംഗ്ലൂരിലാണെങ്കിലും നമ്മളൊക്കെ താമസിക്കുന്നിടത്ത് ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഉണ്ട്. അവിടെ കൂടുതൽ സ്ത്രീകളിലാണ് കഷ്ടപ്പെടുന്നത്, അവരാണ് കുടുംബം വളർത്തുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ഈസ്റ്ററും അല്ലെങ്കിൽ എന്തെങ്കിലും അവസരങ്ങളും ക്രിസ്മസ് ഈസ്റ്ററും അല്ലെങ്കിലും അല്ലാത്ത അവസരങ്ങളിലൊക്കെ ഫുഡ് ഗ്രോസറി ഐറ്റംസ് ഒക്കെ മേടിച്ച് വെച്ചിട്ട് അവർക്ക് കൊടുക്കുന്നതാണ് ഞാൻ പ്രധാനപ്പെട്ടും ചെയ്യാറ്. ഇതൊക്കെ തന്നതും ഞങ്ങൾക്ക് മാതാവിന് പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുന്നു. ഇവിടെ നിൽക്കാനുള്ള ഒരു അവസരത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ദൈവത്തിന് നന്ദി. ഞങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ഞങ്ങളെ നല്ലവണ്ണം അനുഗ്രഹിച്ചു. നിങ്ങളെയും എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവത്തിന് സ്തുതി. ഒരു കാര്യം കൊണ്ടുള്ളത്, ഞങ്ങൾക്ക് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഡെയിലി പള്ളിയിൽ പോകാനുള്ള ഒരു അവസരം. ഇതുവരെ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യമോ അതിൻ്റെ സ്നേഹമോ ഒക്കെ എനിക്ക് കൂടുതൽ അബ്സോർബ് ചെയ്യാൻ പറ്റണത് ഇപ്പോഴാണ്. ജോർജ് എന്ന് രാവിലെ പള്ളി പോകും, ഞാനും എനിക്ക് എൻ്റെ വർക്കും വീടുകളുടെ മാനേജ് സാധിക്കാവുന്ന ദിവസങ്ങളിലെല്ലാം പള്ളിയിൽ പോകാൻ ശ്രമിക്കാറുണ്ട്. വിശുദ്ധ കുർബാന നന്നായിട്ട് തന്നെ കൂടുവാൻ ശ്രമിക്കാറുണ്ട്. കുമ്പസാര ജീവിതവും മാസത്തിലൊന്ന് ഇല്ലെങ്കിൽ 3 ആഴ്ചകളിലൊന്ന് കഴിയുന്നതും ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്.